നമുക്കെയും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നോമ്പ് നോറ്റുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ പുരുഷന്മാരും പിഞ്ചു കുഞ്ഞുങ്ങൾ ഇൽമു പഠിക്കുന്ന മദ്രസയുടെ 3 ഹാളിലായി സ്ത്രീകളും ഒരുമിച്ച് കൂടി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന ഏക ലക്ഷ്യത്തിലാണ് നമുക്കെയും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ അവസാനിക്കാനിരിക്കുകയാണ്. 1-2 നോമ്പാണ് ഇനി നമുക്ക് ലഭിക്കുക. റമദാനിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ആളുകൾക്ക് റമദാൻ അനുകൂലമായും റമദാൻ വന്നിട്ടും ജീവിതത്തിൽ ചേഞ്ച് വരാത്ത ആളുകൾക്ക് റമദാൻ പ്രതികൂലമായും സാക്ഷി നൽകി. അതിൽ സംശയമൊന്നുമില്ല. റമദാനിനെ ആദരിക്കേണ്ട പോലെ ആദരിച്ച ആളുകൾ, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയ ആളുകൾ, ഖുർആനത്ത് കൊണ്ട്, ദിക്ർ കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, ദാനധർമ്മങ്ങളെ കൊണ്ട് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധ റമദാനിനെ ആദരിച്ച ആളുകൾ, അവർക്ക് റമദാൻ അനുകൂലമായി സാക്ഷി നൽകും. അതേ സമയത്ത് റമദാൻ വന്നപ്പോഴും ഇബാദത്തിലൊന്നും ചേഞ്ചിങ് ഇല്ല, കുറ്റകൃത്യങ്ങളിലൊന്നും മാറ്റങ്ങളില്ല. നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ റമദാനിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റമദാനിന്റെ വിശുദ്ധി അത് കാത്ത് സംരക്ഷിക്കാതെ ആവശ്യമില്ലാത്ത സംസാരങ്ങളും വേണ്ട വാക്കുകളും ഒക്കെ പറഞ്ഞ് റമദാനിനെ ബഹുമാനിക്കാത്ത ആളുകൾക്ക് റമദാൻ പ്രതികൂലമായും സാക്ഷി നൽകും. അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മിലേക്ക് പെരുന്നാളിന്റെ രാവിലെ നാളെ സൂര്യൻ അസ്തമിക്കലോടുകൂടെ ഒന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തായാലും മറ്റന്നാളത്തെ സൂര്യൻ അസ്തമിക്കലോടുകൂടെ പെരുന്നാളിന്റെ രാവ് നമ്മിലേക്ക് വരും. ഈ പെരുന്നാളിന്റെ രാവ് വലിയ പുണ്യമുള്ള, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു പവിത്രമായ രാവാണ് പെരുന്നാളിന്റെ രാവ്. അന്ന് കൂടുതലായി സുന്നത്ത് നിസ്കാരം കൊണ്ട് ജോലിയാകുന്നതും അല്ലാഹുവിലേക്ക് അടുത്ത് കൈമലർത്തി കരങ്ങിയ കണ്ണുകളോടെ ദുആ ചെയ്യുന്നതും വളരെ നല്ലതും ദുആക്ക് ഉത്തരം സുനിശ്ചിതവുമാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖാമ ലൈലത്തൈൽ ഈദി മുഹ്തസിബൻ ലില്ലാഹി ലം യമുത് ഖൽബുഹു യൗമ യമുതുൽ ഖുലൂബ്. രണ്ട് പെരുന്നാൾ രാവുകൾ, ചെറിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവ്, ഈ 2 രാവുകളും വളരെ പവിത്രമാണ്. ആ രാവുകളെ ആരെങ്കിലും ഹയാത്താക്കിയാൽ എല്ലാ ഹൃദയങ്ങളും മരിച്ച് നിർജീവമായി പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് സജീവമായി എല്ലായിടത്തും രംഗത്ത് ഹൃദയങ്ങൾ ഉണ്ടാകും. ഈ 2 രാവുകൾ ഹയാത്താക്കിയ ആളുകൾക്ക്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അഹ്യൽ ലയാലിൽ അർബഅ വജബത് ലഹുൽ ജന്ന.
4 രാത്രികളെ ഹയാത്താക്കിയാൽ സ്വർഗം സുനിശ്ചിത. അതൊന്ന് ലൈലത്തുൽ തർബിയത്തി, ദുൽഹിജ്ജ 8-ന്റെ രാത്രിയാണ്. മറ്റൊന്ന് ലൈലത്തുൽ അറഫ, ദുൽഹിജ്ജ 9-ന്റെ രാത്രിയാണ്. മറ്റൊന്ന് ലൈലത്തുൽ നഹ്രി, വലിയ പെരുന്നാളിന്റെ രാത്രിയാണ്. മറ്റൊന്ന് ലൈലത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്. ഈ 4 രാത്രികൾ ഹയാത്താക്കിയാല് വജബത്ത് ലഹുൽ ജന്ന, ഹബീബായ മുത്തനബി തങ്ങൾ അവിടുത്തെ തിരുനാവിലൂടെ പറഞ്ഞതാണ്, ഓന് സ്വർഗ്ഗം ഉറച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പുണ്യങ്ങൾ നമുക്കൊക്കെയും ഈ വിശുദ്ധ മാസത്തിൽ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിശുദ്ധ മാസം പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്നു. പുണ്യങ്ങൾക്ക് ഏറെ പ്രതിഫലം നൽകപ്പെടുന്ന രാപ്പകലുകളായിരുന്നു. ഇതൊക്കെയും ഇനി നമുക്ക് നഷ്ടമാവുകയാണ്. ഇതെല്ലാം നമുക്ക് നഷ്ടമാവുകയാണ്. ഏറെ ഒരു വിശ്വാസി കരയുകയും ഏറെ സങ്കടപ്പെടുകയും ചെയ്യേണ്ടുന്ന മിനിറ്റുകളും സെക്കൻഡുകളുമാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള ഓരോ സെക്കൻഡുകളും വളരെ പവിത്രമാണ്. ഓരോ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് ലക്ഷോപിലക്ഷ ആളുകളെ നരകത്തിൽ നിന്ന് അഴിച്ചുകാക്കുന്നത്. റമദാനിന്റെ അവസാന ഭാഗം എത്തുമ്പോ കണക്കില്ലാത്ത ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്നുണ്ട്. നരകം ഉറച്ച ആളുകളാണ്. നരകം ഉറച്ച ആളുകളാണ്. ആ നരകം ഉറച്ച ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാകാന്നറിയോ? ഞാനും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ ഭൂമിയിലൂടെ നമ്മളിങ്ങനെ നടക്കുന്നു. നമുക്ക് സ്വർഗം അവിടെ സീറ്റ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്ര വലിയൊരു സന്തോഷാണത്! അഥവാ നമുക്ക് സ്വർഗം ഉറപ്പിക്കപ്പെട്ട നിലയ്ക്ക് പിന്നെ ഭൂമിയിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ സ്വർഗത്തിലുള്ള ഹൂരികളും ആ സ്വർഗത്തിലുള്ള മറ്റും നമ്മങ്ങനെ മാടി വിളിക്കുകയാണ്. വാ 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 എന്ന് പറഞ്ഞിട്ട് നമ്മങ്ങനെ മാടി വിളിക്കുകയാണ്. അപ്പോ നരകത്തിൽ നിന്ന് ഐക്യക്കായി കിട്ടുക എന്നത് അതൊരു വലിയ സംഭവമാണ്. നരകത്തിൽ നിന്ന് ഐക്യക്കായാൽ നാളെ ആഖിറത്തിൽ ഒരു ടീം വരും. ആ ആളുകൾക്ക് കണക്ക് ചോദ്യമല്ല. അവര് പെട്ടെന്ന് സ്വർഗത്തിലെത്തി. റയ്യാൻ എന്ന ഗേറ്റിലൂടെ അവര് സ്വർഗത്തിലെത്തി. സ്വർഗത്തിനൊരു ഗേറ്റ് ഉണ്ട്, റയ്യാൻ എന്ന പേരിൽ. പല ഗേറ്റുകളുണ്ട്. അതിൽ ഒരു ഗേറ്റിന്റെ പേര് ബാബു റയ്യാൻ എന്നാണ്. റയ്യാൻ ഗേറ്റ്. ആ ഗേറ്റിലൂടെ കടക്കുന്നത് നോമ്പുകാരാണ്. ആ നോമ്പുകാരായ ആളുകൾ അവർക്ക് കണക്ക് ചോദ്യമില്ല, അവർക്ക് ഹിസാബില്ല, അവർക്ക് ഒരു പ്രയാസങ്ങളും എവിടെയും നേരിട്ടില്ല. അവര് സന്തോഷത്തോടെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്തി. ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെട്ട് താമസിയാതെ സിറാത്ത് പാലം വളരെ വേഗത്തിൽ അവർ ഓടിക്കടന്നവരാണ്.
അവർക്ക് കണക്ക് ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല, മീസാനൊന്നും അവർ കണ്ടിട്ടില്ല, നന്മയും തിന്മയും തൂക്കുന്നതൊന്നും അവർ കണ്ടിട്ടില്ല. അവർ സ്വർഗത്തിലെത്തി. അവിടെയുള്ള ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങളെന്താ അത്ര പെട്ടെന്ന് എത്തിയത്? ആരും കൊണ്ട് എത്തിയിട്ടില്ലല്ലോ, നിങ്ങൾ എന്താ എത്ര പെട്ടെന്ന് എത്തി? അപ്പോ അവര് പറയാണ്, ഞങ്ങൾ നോമ്പ് നോറ്റ ആളുകളാണ്, ഞങ്ങൾ വളരെ രഹസ്യമായിട്ട് ഇബാദത്ത് ചെയ്ത ആളുകളാണ്, ഞങ്ങളെ രഹസ്യ ഇബാദത്തുകൾ, ആ ഇബാദത്തുകളാണ് ഞങ്ങളെ ഈ റയ്യാൻ എന്ന ഗേറ്റിലൂടെ പ്രവേശിപ്പിച്ച് സ്വർഗത്തിലെത്തിയത്. സ്വർഗത്തിലെത്തി അവർ അല്ലാഹുവിനെ കാണുകയാണ്. അതാണ് നോമ്പ് കൊണ്ട് കിട്ടുന്നത്, അല്ലാഹുവിനെ കാണുക എന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ, ആ റമദാനിന്റെ ഉത്തഖായിൽ നമ്മൾ പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലേ, നമ്മളെ കാര്യം വളരെ പരാജയമാണ്. വിശുദ്ധ റമദാനിന്റെ ഉത്തഖായിൽ നമ്മൾ പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ പറ്റ പരാജയമാണ്. അല്ലാഹു ഉത്തഖായിൽ പെടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ നിസ്കാര ശേഷവും ഓരോ സമയത്തും നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുമ്മ അഅ്തിനി മിനന്നാർ. അത് ചൊല്ലുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുമ്മ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കെയും തറാവീഹിന് ശേഷം ദുആ ചെയ്യുന്ന ഒരു ദുആ, اللهم إن لك في كل ليلة من ليالي شهر رمضان اتقاء وطلقاء وخلصاء وأمناء من النار. അല്ലാഹുവേ, ഓരോ രാത്രിയിലും എത്രയോ ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു തരണമേ. നമ്മൾ ദുആ നടത്തുന്നുണ്ട്. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا. പടച്ചോനെ, ഞങ്ങളെ ശരീരം നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരം, ഞങ്ങളുടെ ഇണമകളുടെ ശരീരം, ഞങ്ങളുടെ മക്കളുടെ ശരീരം, ഞങ്ങളിൽ നിന്ന് പഠിച്ച ആളുകളുടെ ശരീരം, അതേപോലെ തന്നെ ഞങ്ങളുടെ സ്നേഹജനങ്ങളുടെ ശരീരം, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ശരീരം നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ആ നരകത്തിൽ നിന്ന് മോചിച്ച് കിട്ടണം. കിട്ടിയ ആളുകളെ രക്ഷപ്പെട്ടു. അല്ലാഹു തആല കിട്ടുന്ന കൂട്ടരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ചില മുഫസ്സിറുകൾ എഴുതിയത് ഫിത്ർ സക്കാത്ത് കൊടുത്ത ആളുകൾ അവർ വിജയിച്ചു എന്നാണ്. വദക്കറ ഇസ്മ റബ്ബിഹി, തക്ബീർ ചൊല്ലുവല്ലോ പെരുന്നാളിന്, ഫസല്ല പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്തു. അപ്പൊ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയും തക്ബീർ ചൊല്ലുകയും അങ്ങനെ ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത ആളുകള് അവര് വിജയിച്ചു എന്ന് ഈ ആയത്തിന് ചില പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഫിത്ർ സക്കാത്ത് നമുക്കൊക്കെ ബാധ്യതയുള്ള ഒരു സക്കാത്താണ്. അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ വലുതാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അഅതാ സദഖത്തുൽ ഫിത്രി കാന ലഹു അശ്റത്തു വസിയ. ഫിത്ർ സക്കാത്ത് കൊടുത്താൽ 10 കാര്യങ്ങൾ. ഫിത്ർ സക്കാത്ത് കൊടുത്ത ആളുകൾക്ക് 10 കാര്യങ്ങളാണ്. അതിലൊന്ന് യുത്ഹിറു ജസദഹു മിനദ്ദുനൂബ്,
അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് ശുദ്ധീകരിക്കും. അതാണ് ഒന്ന്. മറ്റൊന്ന് അപ്പൊ ഒന്ന് പാപം പുറത്തു കിട്ടും, മറ്റൊന്ന് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും. മറ്റൊന്ന് യസീറു സൗമുഹു മഖ്ബൂലൻ, നോമ്പ് സ്വീകരിക്കപ്പെട്ടതാവും. മറ്റൊന്ന് തൂജിബുൽ ജന്ന, സ്വർഗ്ഗം കിട്ടും. മറ്റൊന്ന് യഖ്റുജു മിൻ ഖബരിഹി ആമിനൻ, ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിർഭയനായിട്ടാണ് പുറപ്പെടാൻ കഴിയും. മറ്റൊന്ന് യുഖ്ബലു മാ അമില മിനൽ ഖൈറാത്തി ഫീ തിൽക സന, ആ വർഷത്തിൽ അവൻ ചെയ്ത സർവ സുകൃതങ്ങളും സ്വീകരിക്കപ്പെടും. മറ്റൊന്ന് തജിബു ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, എന്റെ ശഫാഅത്ത് അവന് ഉറച്ചുപോയി. എട്ടാമതായി പറഞ്ഞു യമുറു അല സിറാത്തി കൽ ബർഖിൽ ഖാഫ്, മിന്നറിയും പോലെ അവന് സിറാത്ത് പാലം കടക്കാൻ പറ്റും. ഒമ്പതായി പറഞ്ഞു മീസാനുഹു മിനൽ ഹസന, അവന്റെ ത്രാസ് നന്മയും തിന്മയും തൂക്കുമ്പോ അവന്റെ നന്മന്റെ ത്രാസ് നന്മകളാൽ ഭാരം വർദ്ധിക്കും. പത്താമതായി പറയുന്നത് യംഹുല്ലാഹു തആല മിൻ ദീവാനിൽ അസ്ഖിയാ, പരാജിതരുടെ പട്ടികയിൽ നിന്ന് അവന്റെ പേരിനെ ഡിലീറ്റ് ചെയ്യപ്പെടും, ഒഴിവാക്കപ്പെടും. ഇതൊക്കെയും ഫിത്ർ സക്കാത്തിന്റെ ബഹുമാനമായി ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കണം. റമദാൻ 1 മുതൽ തന്നെ കൊടുത്താൽ പറ്റും. റമദാനിന്റെ സൂര്യാസ്തമാനത്തോടുകൂടെ പെരുന്നാളിന്റെ ചന്ദ്രപ്പിറവി മാനത്തുദിക്കലോടുകൂടെയാണ് ഓരോരുത്തർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. പെരുന്നാൾ നിസ്കരിക്കാൻ വരുന്നതിന്റെ മുമ്പായി അത് കൊടുക്കണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നു, പള്ളിയിൽ വന്നു. അങ്ങനെ അവര് നിസ്കാരം കഴിഞ്ഞ് ഉടനെ പോയി ഫിത്ർ സക്കാത്ത് കൊടുത്തു. പിന്തിപ്പിച്ച വേദനയിൽ ബഹുമാനപ്പെട്ടവര് ഒരു അടിമയെ മോചിപ്പിച്ചു. ഒരടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാല് ഒരു പോത്ത് വാങ്ങിക്കൊടുക്കുക, നല്ല ഒരു പോത്ത്. അതിന്റെ എത്രയോ ഡബിൾ വിലയാവും ഈ അടിമക്ക് അതിന്റെ എത്രയോ ഡബിൾ വില വരും. ഒരടിമയെ മോചിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് സങ്കടം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ നിസ്കാരത്തിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നുപോയി. ഞാന് നിസ്കാരം കഴിഞ്ഞ് പോയ ഉടനെ ഫിത്ർ സക്കാത്ത് കൊടുത്ത് പിന്തിപ്പിച്ചതിന് ഒരു പരിഹാരമായി ഞാൻ ഒരടിമയെ മോചിപ്പിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്മാൻ, നിങ്ങൾ 100 അടിമയെ മോചിപ്പിച്ചാലും നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കുക എന്ന ആ സംഗതിയോട് കടപിടിക്കുന്നതല്ല. 100 അടിമയെ നിങ്ങൾ മോചിപ്പിച്ചാലും പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കുക എന്നതിനോട് കടപിടിക്കുക. അതുകൊണ്ട് അത് നേരത്തെ കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ബോധിപ്പിക്കുകയാണ്. യാ ഉസ്മാൻ, ലൗ അഅദത്ത 100 റഖബത്തിൻ ലം തബ്ലുഗ് സവാബ സക്കാത്തുൽ ഫിത്രി ഖബ്ല സലാത്തിൽ ഈദ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കുക എന്ന ആ ഒരു ബഹുമതിയോട്, അതിനുള്ള ഒരു പ്രതിഫലം, അതിനോടൊരിക്കലും ഇത് കടപിടിക്കൂല എന്ന്
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 അടിമയെ മോചിപ്പിച്ചാലും ഇങ്ങോട്ട് എത്തൂല. ഫിത്ർ സക്കാത്ത് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം, കൊടുക്കും ചെയ്യാം, വാങ്ങും ചെയ്യാം. പാവപ്പെട്ടവർ കൊടുക്കും ചെയ്യാം, അവർക്ക് അതോടുകൂടെ വാങ്ങും ചെയ്യാം, അതൊക്കെ പറ്റും. ഏതായാലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മള് അപരാധ സുന്നത്ത് എന്തെങ്കിലുമൊക്കെ വിട്ടാല് സുജൂദ് കൊണ്ടാണല്ലോ പരിഹരിക്കുക. എന്ന പോലെ നമ്മുടെ നോമ്പിന് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂനത പരിഹരിക്കുന്ന ഒരു സംഗതിയാണ് ഫിത്ർ സക്കാത്ത്. ആകാശത്തിന്റെയും ഭൂമിന്റെ ഇടയിലായി നമ്മുടെ നോമ്പ് ഇങ്ങനെ നിൽക്കും. ഫിത്ർ സക്കാത്ത് കൊടുക്കലോടുകൂടെയാണ് ആ നോമ്പ് അങ്ങോട്ട് ഉയർത്തപ്പെടുക എന്നൊക്കെ ഹദീസിലുണ്ട്. ആകയാൽ ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പെരുന്നാളിന്റെ രാത്രി ഹയാത്താക്കുന്ന കാര്യം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടുകൂടെ പെരുന്നാളിന്റെ പകല് നിസ്കാരത്തിന്റെ മുമ്പായി ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. വളരെ ചെറിയൊരു ദിക്റാണ്, എല്ലാവർക്കും അത് ചൊല്ലാൻ പറ്റും. അത് ചൊല്ലിയാലുള്ള കൂലി വളരെ വലുതാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പല്ലവരും ചൊല്ലി യൗമൽ ഈദി പെരുന്നാളിന്റെ 300 മറ 100 തവണ അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അതിനെ ഹദിയ ചെയ്തു. എന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? ദഖല ഫീ കുല്ലി ഖബരിൻ അൽഫു നൂർ, 1000 പ്രഭകൾ, പ്രകാശങ്ങൾ ഓരോ ഖബറിലെത്തും. മാത്രല്ല ഇവന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇവന്റെ ഖബറിലേക്കും ആ പ്രകാശങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സിമ്പിളായ ഒരു ദിക്റാണ്, ആർക്കും ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പെരുന്നാളിന്റെ അന്ന് 300 തവണ ചൊല്ലി മരിച്ചുപോയ നമ്മളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര് അവരെ പ്രത്യേകം പറയാം. എന്റെ ഉപ്പക്ക്, എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യക്ക്, എന്റെ എളാപ്പാക്ക്, അങ്ങനെ പറഞ്ഞ് വലിയപ്പ വലിയമ്മ, അങ്ങനെ അവരൊക്കെ പറയാം. പിന്നെ ഇന്ന തൊപ്പറയിൽ ആളുകൾക്ക്, ലോകത്ത് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എന്നിങ്ങോട്ട് പറഞ്ഞ് ഇതിന്റെ സവാബിനെ നമ്മൾ ഹദിയ ചെയ്യും. എന്നാൽ നമ്മൾ മരണപ്പെടുമ്പോ അവരെ ഖബറിലേക്ക് അതിന്റെ പ്രകാശം എത്തും. അതോടുകൂടെ നമ്മൾ മരിക്കുമ്പോൾ അതിന്റെ പ്രകാശം നമ്മുടെ ഖബറിലേക്കും എത്തും. നമുക്ക് ഖബറിൽ വെളിച്ചം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇരുട്ടായിരിക്കും ആ ഖബറിൽ. അവിടെ വെളിച്ചം കിട്ടി സന്തോഷത്തോടെ നമുക്ക് അവിടെ കഴിയാൻ കഴിയാം. അതുകൊണ്ട് ആ ദിക്ർ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുന്നു. അതോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 400 തവണ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് വല്ലവരും ചൊല്ലിയാൽ അയാൾക്ക് 400 ഹൂറിലീങ്ങളായ സഹോദരിമാരെ, സ്വർഗീയ വനിതകളെ അല്ലാഹു തആല വിവാഹം ചെയ്തു കൊടുക്കും. 400 സ്വർഗീയ വനിതകളെ. മാത്രമല്ല 400 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും. ഈ ചൊല്ലിയ ആൾക്ക് സ്വർഗത്തിൽ പട്ടണങ്ങളും ഫ്ലാറ്റുകളും നിർമ്മിക്കാൻ അല്ലാഹു തആല, അതേപോലെ തന്നെ നല്ല വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ അല്ലാഹു നിയോഗിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ ഹദീസിന്റെ റിപ്പോർട്ടറായ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട സുഹരി തങ്ങൾ പറയാണ്, ഞാൻ ഈ ഹദീസ് കേട്ടത് എന്റെ ഉസ്താദ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. നബി തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് എടുത്ത സഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നാണ് ഞാൻ ഈ ഹദീസ് കേട്ടത്. ഞാൻ ഈ ഹദീസ് കേട്ടത് മുതൽ ഞാനിത് ഒഴിവാക്കിയിട്ടില്ല. എല്ലാ പെരുന്നാളിനും ഞാനിത് ചൊല്ലാറുണ്ട്. സുഹരി തങ്ങൾ പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി തങ്ങളിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ ഒരൊറ്റ പെരുന്നാൾക്കും ഞാനത് ഒഴിവാക്കിയിട്ടില്ല. എല്ലാ പെരുന്നാൾക്കും ചൊല്ലാറുണ്ട്. എന്റെ വന്ദിനായ ഉസ്താദ് ബഹുമാനപ്പെട്ട ടി ഉസ്താദ് വേങ്ങര ചെറൂരിൽ വേങ്ങര അൽ ഇഹ്സാൻ എന്ന സ്ഥാപനത്തിന്റെ ഒക്കെ മേധാവിയായിരുന്ന, സമസ്ത കേന്ദ്ര മുശാവറ മെമ്പർ കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട ടി ഉസ്താദ് മക്കള് പറയാണ്, ഉസ്താദ് എല്ലാ പെരുന്നാളിലും ഇരിക്കുകയില്ലാറില്ല. സ്വാലിഹീങ്ങളൊക്കെ പതിവാക്കിയ ദിക്ർ നാം ഒരു ചൊല്ലണം എന്ന് ഈ സമയത്ത് ഓർപ്പെടുത്തുന്നു. നേരത്തെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, പലരും അത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു തആല ചൊല്ലാനുള്ള ഭാഗ്യം നമുക്കൊക്കെയും നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് ഓതിയ ഖത്മുകൾ പുരുഷന്മാര് സ്ത്രീകൾക്ക് എഴുതി, നിങ്ങൾക്ക് ഓതിയ ഖത്മുകൾ ആ നോട്ട് ബുക്കിൽ നിങ്ങളുടെ പേരും ഓതിയ ഖത്മിന്റെ എണ്ണവും എഴുതാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, بتوبة عبده من أحدكم سقط على بعيره وقد أضله في أرض فلا. തൗബയിലേക്ക് കിടക്കണം. എന്താണ് തൗബ? എന്തിനാണ് തൗബ? ആരാണ് തൗബ ചെയ്യേണ്ടത്? എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? ഇതൊക്കെ നാം ഒന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളും കുറ്റങ്ങളും പേറിയ ആളുകൾക്ക് ആ ആളുകളോട് അല്ലാഹു തആല വലിയ കോപത്തിൽ ഇങ്ങനെ നിൽക്കുകയും വലിയ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എല്ലാവരും ശ്രദ്ധിക്കണം, ഉടനെ നോക്കണം. വേറെ എങ്ങോട്ടെങ്കിലും നോക്കിപ്പോയി എന്നെ തന്നെ നോക്കണം. ഉറങ്ങാനുള്ള സമയമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞു. ഉറങ്ങാനുള്ള സമയമൊക്കെ ഇവിടെ കൊടുത്തിരുന്നത് കഴിഞ്ഞു. ഇനി എല്ലാവരും എന്നെ തന്നെ നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി, നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകള് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യും. നമ്മുടെ മകനോ അല്ലെങ്കിൽ നമ്മുടെ മകളോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യും. അവരോട് ചെയ്യരുത് നമ്മൾ പറഞ്ഞ കാര്യം അത് ചെയ്യും. നമ്മള് വലിയ ദേഷ്യത്തിലായി കണ്ടാൽ 4 കൊടുക്കണം, അല്ലെങ്കിൽ പൊരയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡോറടച്ച് അവനെ ആട്ടി വിടണം എന്ന നിലക്ക് ഇങ്ങനെ നിൽക്കുക. വലിയ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അവര് നമ്മളെ മുന്നിലേക്ക് കരഞ്ഞ് 2 കണ്ണ് കലങ്ങിയ കണ്ണുകളോടെ കരഞ്ഞു വന്നിട്ട് നമ്മളെ കാലിൽ വിളിച്ചിട്ട്, ഉപ്പ എന്റെ അടുത്തത് പറ്റി ഒരു മാറ്റമാണ് ഉമ്മ, അത് അപ്പത്തെ എന്തൊരു ബുദ്ധിമോശമുണ്ട്, എന്റെ അടുത്ത് പറ്റിപ്പോയതാ, എനിക്കൊരു മാപ്പ്, ഒരു ലാസ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞാൽ നമ്മളെ ദേശത്ത് പോലെ എത്ര വലിയ തെറ്റാണ് നമ്മോട് ചെയ്തതെങ്കിലും, നമ്മെ വേദനപ്പെടുത്തുന്ന എത്ര വലിയ കാര്യമാണ് ചെയ്തതെങ്കിലും
കാല് പിടിച്ച് മാപ്പ് പറയേണ്ട പോലെ അഭിനയല്ല. അതേ സമയത്ത് ഒരു നിഷ്കളങ്കമായ രീതിയിലുള്ള ഒരു പൊരുത്തപ്പെടിക്കൽ നടത്തുന്ന പക്ഷം നമ്മളൊക്കെ മാപ്പ് കൊടുക്കൂലേ? എന്നാല് നമ്മുടെ റബ്ബ്, ആ റബ്ബ് 100 റഹ്മത്തിന് പഠിച്ച് ആ 100 റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളൂ. 99 റഹ്മത്തും നാളെ ആഖിറത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. നോക്കണം നിങ്ങൾ, 100 റഹ്മത്തിൽ ഒരൊറ്റ റഹ്മത്ത് മാത്രമേ ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് ഇവിടെ മാതാക്കൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം, അതേ ഉപ്പമാര് മക്കളോട്, ഉസ്താദമാര് ശിഷ്യന്മാരോട്, അയൽവാസിയോട്, ജേഷ്ഠത്തി അനുജത്തിയോട്, അതേ കുടുംബകാരണവന്മാർ കുടുംബങ്ങളോട്, അതേ മൃഗങ്ങൾ, തള്ള മൃഗങ്ങൾ കുഞ്ഞുങ്ങളോട്, ഈ ലോകത്ത് നടക്കുന്ന റഹ്മത്തുകളൊക്കെയും അല്ലാഹു ആ ഇറക്കിയ ഒരു റഹ്മത്തിന്റെ ഭാഗമാണ്. 99 റഹ്മത്തും അല്ലാഹ് നാളേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റബ്ബിനോട് നാം ചോദിക്കുമ്പോ അവൻ തട്ടുകയില്ല, മടുക്കുകയില്ല, അവൻ നമുക്ക് മാപ്പ് തരാതിരിക്കുകയില്ല. ഇത് നമ്മുടെ റബ്ബിനെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിഹി മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ് അദല്ലഹു ഫീ അർളി ഫലാ. ഒരാള് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ്. പഴയ കാലത്തെ യാത്രയാണ്. ഈ പുതിയ കാലത്തെ യാത്രയെ പറ്റിയല്ല, പഴയ കാലത്തെ യാത്ര. ആ യാത്ര ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ്. ആ ഒട്ടകപ്പുറത്താണ് അവന്റെ ഭക്ഷണം ഉണ്ടാകുക, എല്ലാം ഉണ്ടാകുക. കുടിക്കാനുള്ള വെള്ളം ആ ഒട്ടകപ്പുറത്താണ്, ഡ്രസ്സുകൾ ഉണ്ടാകുക, എല്ലാം ആ ഒട്ടകപ്പുറത്താണ്. അങ്ങനെ ഒരാള് യാത്ര ചെയ്യുന്നതിനിടെ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. വാഹനത്തെ നിർത്തി വിശ്രമിച്ചെഴുന്നേറ്റ് നോക്കുമ്പോ വാഹനം കാണുന്നില്ല. ഈ മനുഷ്യൻ എത്ര വലിയ പേടിയിലായിരിക്കും. വിജനമായ സ്ഥലം, ആരുമില്ലാത്ത സ്ഥലത്ത് വാഹനം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് അവൻ കുടുങ്ങുന്ന ഒരു കുടുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പരിചയമില്ലാത്ത ഒരു നാട്, അപ്പുറത്തും വീടുകളൊന്നും കാണുന്നില്ല, സഹായിക്കാൻ ആരുമില്ല, പച്ച വെള്ളം വരെ കിട്ടാൻ മാർഗമില്ല. അങ്ങനെ കുടുങ്ങിപ്പോയ ഒരു ഘട്ടം, അവന്റെ ഒരു പ്രയാസം എത്രയായിരിക്കും, അവന്റെ ഒരു ദുഃഖം എത്രയായിരിക്കും, അവന്റെ ഒരു ടെൻഷൻ എത്രയായിരിക്കും. ആ ഘട്ടത്തിൽ ഓടി 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 നടക്കുകയാണ്. എന്റെ വാഹനം അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, ഇങ്ങനെ ഓടി 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 അവൻ ദാഹിച്ച അവശനായി. ഭക്ഷിക്കാൻ വെപ്പില്ലാതെ, ഭക്ഷണമില്ലാതെ ക്ഷീണിച്ച് തളർന്ന് നടക്കാനും കഴിയുന്നില്ല, ഭക്ഷണവുമില്ല, വെള്ളമില്ല. ഇവനാകെ തളർന്നൊന്ന് കിടന്ന് ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോ അവന്റെ വാഹനം അവന്റെ മുന്നിലെത്തി. ആ സമയത്ത് ആ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാണ്! അതിലേറെ നിങ്ങളെ റബ്ബിന് സന്തോഷം ഉണ്ടാകും എന്ന് ഹബീബായ തങ്ങൾ പറയാണ്. ഒരാളെ തൗബ ചെയ്യുമ്പോ ഈ വ്യക്തി വഴിമധ്യേ മരുഭൂമിയിൽ വെച്ച് വാഹനം നഷ്ടപ്പെട്ട വ്യക്തി, ആ വ്യക്തി കുറെ സമയത്തിന് ശേഷം ആ വാഹനം കിട്ടുമ്പോ സന്തോഷിക്കുന്ന സന്തോഷത്തെക്കാൾ തൗബ ചെയ്യുന്ന അടിമയെ കൊണ്ട് റബ്ബ് സന്തോഷിക്കുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നല്ല തൗബയായിരിക്കണം. തൗബ നിങ്ങൾ നോക്ക്. വഅല الثلاثة الذين خلفوا
വിശുദ്ധ ഖുർആനിൽ ഒരു തൗബ പറയുന്നുണ്ട്. 3 സഹാബികളെ തൊട്ട് തൗബ സ്വീകരിച്ചൊരു കഥ പറയുന്നുണ്ട്. തബൂക്ക് യുദ്ധത്തിന് പോവാത്ത ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബിയാണ്. അവർക്ക് തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പോകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു പോവാന്. പക്ഷേ അവരിങ്ങനെ സമയമാകുമ്പോ പോകാം, കൂടുതൽ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സഹാബത്ത് ഓരോരുത്തരും ഇങ്ങനെ ഒരുക്കങ്ങൾ കൂട്ടുമ്പോ അതിപ്പോ പോണെന്ന് വിചാരിച്ചാ പോയാൽ മതിയല്ലോ എന്ന നിലക്ക് കഅബ് നിന്നു. പോയ സമയത്തും ചിന്തിച്ചില്ല. അങ്ങനെ സഹാബത്ത് ദീർഘമായി യാത്ര ചെയ്ത് പോയപ്പോ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിച്ചു. അങ്ങനെ നബിതങ്ങൾ യുദ്ധത്തിനൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് നബിതങ്ങൾ വരാത്ത ആളുകളെ പറ്റി ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ നമ്മളെ കഅബ് എവിടെ? കഅബില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് ചെയ്തു എന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞു. കഅബിനോട് ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞു. ഞാൻ ആ ചരിത്രം ചുരുക്കി പറയാണ്. നബി തങ്ങളും സഹാബത്തും യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തി. കഅബിനോട് ആരും മിണ്ടുന്നില്ല. യുദ്ധത്തിന് പോരാത്ത പലരും നബി തങ്ങളുടെ മുന്നിൽ വന്ന് എതിരുകളൊക്കെ പറയുന്നുണ്ട്. കഅബിന് എതിര് പറയാനില്ല, അതുകൊണ്ട് ധൈര്യമില്ല വരാന്. അപ്പൊ കഅബ് വരാതിരുന്നപ്പോഴാണ് മിണ്ടരുത് എന്ന് പറഞ്ഞത്. എല്ലാരും വന്ന് കാരണം ബോധിപ്പിച്ചു. പക്ഷേ കഅബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് കാരണം ബോധിപ്പിക്കാൻ ഒന്നും പറയാനില്ല. കളവ് പറയാൻ പാടില്ലല്ലോ. ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു കാരണം ബോധിപ്പിച്ചില്ല. അപ്പോഴാണ് കഅബിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ കഅബ് റളിയല്ലാഹു അൻഹു അവരെ ഭാര്യ പോലും അവരുമായി മിണ്ടാത്ത അവസ്ഥയിലായി. എല്ലാവരും മിണ്ടാതെ ബഹുമാനപ്പെട്ടവര് കുടുങ്ങിപ്പോയി. ആരും മിണ്ടുന്നില്ല. ബഹുമാനപ്പെട്ടവര് കരഞ്ഞ് വല്ലാതെ ആയിപ്പോയി. ഭക്ഷണമല്ല, വെള്ളമല്ല. ആരും ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, വിശാലമായ ഭൂമി ടൈറ്റായി പോയി, കുരുസായി പോയി. കാരണം ആളുകളെ കാണുന്നുണ്ട്, ഒക്കെ അപരിചിതരെ പോലെ ആളുകളെ കാണുന്നുണ്ട്. ആരും മെയിൻറ്റ് ചെയ്യുന്നില്ല, അപരിചിതരെ പോലെ. ഞാൻ ഏതോ നാട്ടിൽ വിദേശിയായി എത്തിയാളെ പോലെ ആരും മെയിൻറ്റ് ചെയ്യുന്നില്ല. ഭൂമി ഇങ്ങോട്ട് കുടിസായി പോയി. ബഹുമാനപ്പെട്ടവര് കരഞ്ഞ് ദുആ ചെയ്ത് അവസാനം ബഹുമാനപ്പെട്ടവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു. ആ തൗബ ബഹുമാനപ്പെട്ടവരോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങളുടെ അടുത്തേക്ക് കഅബ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞ സംഭവം ഹദീസിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കഅബ് റളിയല്ലാഹു അൻഹു ആ തൗബ സ്വീകരിച്ച ദിവസം വന്നിട്ട് പറയാണ്, നബിയേ, എന്റെ തൗബ സ്വീകരിച്ചാൽ ഞാൻ അന്ന് തീരുമാനിച്ചതാണ്, തൗബ സ്വീകരിക്കപ്പെടുന്നോ അന്ന് എന്റെ മാല്, എന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. എന്റെ തൗബ എങ്ങാനും റബ്ബ് സ്വീകരിച്ചാൽ എന്റെ സമ്പത്തൊക്കെയും റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ വഖഫ് ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. നോക്കി നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെയാണ് തൗബ. തൗബ എന്ന് പറഞ്ഞാല് ഭൗതികമായ ചിന്തകളൊക്കെ ഒന്ന് മാറ്റുക, ദുനിയാവിനോടുള്ള വലിയ ഭ്രമം അതിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറുക. അതേ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ചിന്ത മനസ്സിൽ വരിക.
وبراءة من كل حق الآدمين ولهذه الأركان فرع وكملا. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തൗബയെ പറ്റി പറയുന്നുണ്ട്. ഉത്തുലുബ് വതാവൻ, നീ തൗബയെ തേടിക്കോ. ഭിന്നദാമത്തി, ആദ്യം വേണ്ടത് ഖേദമാണ്. എനിക്ക് ഖേദമുണ്ടോ, നിങ്ങൾക്ക് ഖേദമുണ്ടോ? ചെയ്തു പോയ തെറ്റിൽ ഒരു ഖേദം, ഇന്ന ഒരു തെറ്റ് എന്റെ അടുത്ത് പറ്റി, അല്ലാ എത്ര ഒരു മോശമായി പോയി, അതിന്റെ അടുത്ത് നിന്ന് വരാൻ പാടില്ലായിരുന്നു. ആ നിലക്കൊരു ഖേദം വേണം. ഒന്നാമതായി അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്. പ്രധാനമായും വേണ്ടത് ഖേദമാണ്. അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്. ആദ്യം വേണ്ടത് ഖേദമാണ്. അത്തൗബത്തു അന്നദം, അങ്ങനെ ഖേദം വേണം. രണ്ടാമതായി മുദ്രിഅ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിവാക്കുക. വബിഅസ്മി തർക്കി ദംബി ഫീമാ ഇസ്തഖ്ബല, ഭാവിയിൽ തെറ്റ് ചെയ്യൂല എന്ന് പ്രതിജ്ഞ ചെയ്യാം. പിന്നെ മറ്റൊന്ന് വേണ്ടത് ജനങ്ങളുമായുള്ള ഇടപാടുകൾ. കടം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ടില്ല. ഡേറ്റ് എത്താത്ത കടല്ല, ഡേറ്റ് കഴിഞ്ഞ കടങ്ങൾ ഓങ്ങനെ പിന്നാലെ കൊടുക്കണില്ല. അത്രല്ല, ചിലപ്പോ കടം വാങ്ങിയിട്ട് ചില ആളുകൾ നിഷേധിച്ചു കളഞ്ഞാലും ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല, ഞാൻ ആർക്കും അങ്ങനെ കൊടുക്കാറുമില്ല. കടം വാങ്ങി നിഷേധിച്ചാലും ചില ആളുകൾ. അപ്പോ അവധിയിറങ്ങിയ കടങ്ങളുണ്ട് എങ്കിൽ അത് ആ കടം കൊടുക്കണം. കയ്യിൽ കൊടുക്കാൻ കാശില്ലെങ്കിൽ അവരോട് അല്പം കൂടി അവധി നീട്ടി ചോദിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും അയൽക്കാരെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിലവരെ വീട്ടിൽ നിന്നും. പിന്നെ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവൂല. അത് കുറെ കാലായില്ലേ, ഇനിയിപ്പോ അത് കൊടുക്കുന്നത് ഒരു മോശല്ലേ, പറ്റൂല, കൊടുക്കണം. അത് കേട് വന്നിട്ടുണ്ടെങ്കിൽ പുതിയത് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോ വീടുകളിലേക്കൊക്കെ സാമഗ്രികൾ, വീട്ടില് വസ്തുക്കളൊക്കെ കൊണ്ടുപോയി കുറവാണ്. അതേ സമയത്ത് പഴയ കാലത്ത് അതൊക്കെ കൂടുതലായി നടന്നിരുന്നു. ഇപ്പോഴും ഇല്ല. അതേ സമയത്ത് പഴയ കാലത്ത് കൂടുതലായി നടന്നിരുന്നു. പഴയ കാലത്ത് കല്യാണം നടക്കുകയാണെങ്കിൽ ഇതേപോലെ വാടക സ്റ്റോറിൽ നിന്നൊന്നും കസേര കിട്ടൂല. ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കസേര സംഘടിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതേപോലെ ഓരോന്നും ഈ ഡിസ്പോസിബിൾ ഗ്ലാസുകളും പ്ലേറ്റുകളും ഇറങ്ങിയിട്ടില്ല. അപ്പോ പ്ലേറ്റുകളും അതേപോലെ തന്നെ മറ്റൊക്കെ തൊട്ട വീടുകളിൽ നിന്ന് ശേഖരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോ അതോ അല്ലെങ്കിൽ കൊണ്ടുവന്ന മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കണം. അതോടുകൂടെ ദൈവത്ത് പറഞ്ഞിട്ടുണ്ടാവും, കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പൊരുത്തപ്പെടിക്കണം. ഓരോരുത്തരെ പറ്റി ഓരോരുത്തരോടും പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. ഒരു പൊതുവായ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മതിയില്ല. ഓരോരുത്തരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊരുത്തപ്പെടിക്കണം. അങ്ങനെ പൊരുത്തപ്പെടിക്കണം. മനുഷ്യരായിട്ടുള്ള അതിനൊക്കെ ഒഴിവാകണം. അതാണ് തൗബ. അങ്ങനെയുള്ള തൗബ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നസൂഹായ തൗബ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. തൗബയിലേക്ക് കടക്കണം. അല്പം മുന്നോട്ട് കയറി, അല്പം മുന്നോട്ട് കയറി. ഇനി വരുന്ന ആളുകൾ പിന്നെ നിൽക്കാം.
الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك على كل شيء قدير. الله 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 يا الله. അനേകം അനേകം തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടും സാഹചര്യത്തിൽ അടിമപ്പെട്ടും വിവരക്കേട് കൊണ്ടും ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുണ്ട്. അപായം നിന്റെ മുന്നിൽ വളരെ ഖേദത്തോടെ സങ്കടത്തോടെ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നീയല്ലാതൊരു റബ്ബ് ഞങ്ങൾക്ക് വേറെയില്ല. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് തൗബ ചെയ്യാനില്ല. നീ എങ്ങാനും ഞങ്ങളെ തട്ടിയാൽ ഞങ്ങൾക്ക് മുട്ടാൻ കവാടങ്ങളില്ല. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. കൈ കൊണ്ടും കാലുകളെ കൊണ്ടും കണ്ണുകളെ കൊണ്ടും കാതുകളെ കൊണ്ടും ഞങ്ങളെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെ കൊണ്ടും തെറ്റുകൾ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. അല്ലാഹ് 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 അല്ലാഹ്. കുടിക്കാൻ പറ്റാത്ത പലതും ഞങ്ങൾ കുടിച്ചുപോയി. ഭക്ഷിക്കാൻ പറ്റാത്ത പലതും ഞങ്ങൾ ഭക്ഷിച്ചുപോയി. നോക്കാൻ പറ്റാത്ത പലതിലേക്കും ഞങ്ങൾ നോക്കിപ്പോയി. കേൾക്കാൻ പറ്റാത്ത പലതും ഞങ്ങൾ കേട്ടുപോയി. അല്ലാഹ് 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 അല്ലാഹ്. മാപ്പ് ചെയ്യണേ അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. വിശുദ്ധ മാസത്തിൽ വിശുദ്ധമായ പള്ളിയിൽ പുരുഷന്മാരും പിഞ്ചു കുഞ്ഞുങ്ങൾ ഇൽമു പഠിക്കുന്ന മദ്രസയിൽ സ്ത്രീകളും ഒരുമിച്ചുകൂടി ഒരേ മനസ്സോടെ ഞങ്ങളൊക്കെയും തൗബ ചെയ്യുന്നു. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ഞങ്ങളുടെ മാതാക്കൾ, പിതാക്കൾ, ഉസ്താദുമാർ, അവരോട് പല കുരുത്തക്കേടുകളും ഞങ്ങളിൽ നിന്നും വന്നുപോയിട്ടുണ്ട്. അവരിൽ പലരും മരിച്ചുപോയവരാണ്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്.
ശിക്ഷകളുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നീക്കം ചെയ്യണേ അല്ലാഹ്. അവര് ഞങ്ങളെ തൊട്ട് പൊരുത്തപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവരോട് ഇനിയുള്ള കാലം വളരെ അദബിലും ബഹുമാനത്തിലും സ്നേഹത്തിലും ആയി പെരുമാറുമെന്ന് ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹ് 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 തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഇണതുണകളുമായി പല രീതിയിലും വഴക്കുകളും അസഭ്യങ്ങളും പറയാൻ പറ്റാത്തതും പലതും പരസ്പരം പറഞ്ഞു പോയിട്ടുണ്ട്. ഹക്കുകൾ, ഞങ്ങളുടെ കടമകൾ പലതും വീഴ്ച വരുത്തിയിട്ടുണ്ട്. അല്ലാഹ് 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 ഇണതുണകൾ നാളെ ആഖിറത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പഴിചാരുന്ന അവസ്ഥ വന്നാൽ വലിയ വലിയ ബേജാറാണ്. പരസ്പരം പൊരുത്തപ്പെട്ട് ഇനിയുള്ള ജീവിതം വഴക്കുകളും കുറ്റപ്പെടുത്തലുകളും ഇല്ലാതെ അല്ലാഹ് സന്തോഷത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. ഈ ബഹുമാനിച്ച ആദരിച്ച ഈ വിശുദ്ധ മാസത്തോട് കാണിക്കേണ്ട അതുകൾ പലതും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് അല്ലാഹ് മാപ്പ് നൽകണേ അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പ്രായപൂർത്തിയായത് മുതൽ ഇന്നേ വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതും ഞങ്ങൾക്ക് ഓർമ്മയുള്ളതും ഇല്ലാത്തതുമായി എന്തൊക്കെ തെറ്റുകളുണ്ടോ എല്ലാ തെറ്റുകളിൽ നിന്നും ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. തൗബയായി ഞങ്ങളുടെ ഈ തൗബയെ കബൂൽ ചെയ്യണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. നസൂഹായ തൗബയായി ഞങ്ങളുടെ ഈ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
മനസ്സിലാക്കണം. ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു ഖത്ത് ഓതി നടത്തുന്ന ദുആക്ക് 4000 മലക്കുകൾ ആമീൻ പറയുന്നു. പെട്ടെന്ന് എഴുതി അറിയിക്കണം. ഓതിയ ഖത്മുകൾ പെട്ടെന്ന് ഓരോരുത്തരും പേര് എഴുതണം. അതോടുകൂടെ ഓതിയ ഖത്മിന് എഴുതണം. സ്പീഡിൽ എഴുതി കൊടുക്കണം. എല്ലാവരും ഗൗരവം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹി വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا فهدى ووجدك عائلا فأغنى أما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي ينفع ظهرك ورفعنا لك ذكرك إن مع العسر يسرا إن مع العسر يسرا وإذا فرغت فانصب وإلى ربك فارغب. لا إله إلا الله والله أكبر. بسم الله എഴുതാത്ത ആളുകൾ സൽമാൻ ശരിയായി വരുമ്പോൾ എഴുതാത്ത ആളുകൾ പേരെഴുതിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات ولهم أجر غير ممنون وما يكذبك بعد بالدين أليس الله بأحكم الحاكمين بلى وأنا على ذلك من الشاهدين. لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى. أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته ليسمعن بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين والمنفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية.
إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. والعاديات ضبحا والموريات قدحا والمغيرات صبحا وأثرن به نقعا ووسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد فلا يعلم إذا بعثر ما في القبور وحسن ما في الصدور إن ربهم بهم يومئذ لخبير لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه وهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم موصدة في عمد ممددة لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل لم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل وجعلهم كعصف مأكول لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف وليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف اللهم آمني من خوف لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين وذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم.
قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. لا إله إلا الله الله أكبر ولله الحمد. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. لا إله إلا الله الله أكبر ولله الحمد. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب امرأته حمالة الحطب في جيدها حبل من مسد. لا إله إلا الله الله أكبر ولله الحمد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد أحد. سبحان الله والحمد لله لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لا إله إلا الله والله أكبر ولله الحمد. TP ആരിക്കുട്ടി ഹാജിയുടെ മകൻ റാഷിദ് നമ്മുടെ ഹിഫ്ള് നിർമ്മാണത്തിന്റെ ഹിഫ്ള് കോളേജിന്റെ നിർമ്മാണത്തിലേക്ക് 5000 രൂപ, TP മമ്മിയാക്ക 3000 രൂപ, കുഞ്ഞിമോൻ കുണ്ടലങ്ങാടി 5000 രൂപ, പരപ്പിൽ ബാബുട്ടിയാക്ക ഒരു സ്വർണ്ണമോതിരം, KP ഇബ്രാഹിം കുട്ടി മാസ്റ്റർ 5000. അതേപോലെ വിദേശത്ത് നമ്മുടെ വിലായത്ത് കുഞ്ഞിപ്പ ഹാജി അല്ലാഹുവിற்கு എല്ലാവിധ ആയുരാരോഗ്യങ്ങളും കൊടുക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപന നിർമ്മാണവുമായും മറ്റൊക്കെ ഒരുപാട് അധ്വാനിച്ച വ്യക്തിത്വം അല്ലാഹു അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിനാക്കി കൊടുക്കട്ടെ. അവരൊപ്പന്റെ റൂഹിലേക്ക് ഇതിനൊക്കെ വിസരിതമാകുമ്പോൾ എത്തിച്ചു കൊടുക്കട്ടെ. വലിയൊരു സംഖ്യ വേണം, എന്താ ചെയ്യുക എന്നറിയാതെ പരിഭ്രമിച്ച് പണി തുടങ്ങാനും ധൈര്യമില്ല. എന്ത് ചെയ്യും? നിലവിലെന്നെ കടം. അപ്പൊ ഇനി കടത്തിന്റെ മോള് കടാക്കിയാൽ എന്തായിരിക്കും? ആ ഒരു ബേജാറിൽ നിൽക്കുമ്പോ കുറ്റിപ്പാജി ഇറങ്ങി. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ സംഭാവന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പലരും സംഭാവന കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ആളുകളെ വരാൻ വായിക്കുന്നത്. നമ്മുടെ പരിസരത്തുള്ള ഫഖറുദ്ദീൻ ഹാജി 2,50,000. അദ്ദേഹം ഞാൻ ദേശത്ത് പോയപ്പോ ഫസ്റ്റ് ഞാൻ പോയപ്പോ അദ്ദേഹം ഒരു വലിയ പ്രയാസത്തിലായിരുന്നു. വലിയ പ്രയാസം. രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ വളരെ പ്രയാസപ്പെടുന്നൊരവസ്ഥ. അത്രയും വലിയ സാമ്പത്തിക ബാധ്യത. അങ്ങനെ വല്ലാതെ വിഷമിച്ച ഘട്ടം. കുഞ്ഞിപ്പാജി അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ രാത്രി ഉറങ്ങാൻ തന്നെ കഴിയുന്നില്ല. ഇത്രയും പേച്ചാണ്. ഏതായാലും അന്ന് നന്നാക്കിയെന്ന് മന്ത്രിച്ച് എല്ലാവരുടെ ദിക്റുകളൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. പിറ്റത്തെ വിദേശത്തേക്കുള്ള പോക്ക് അന്ന് ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഹിഫ്ള് കോളേജിന്റെ നിർമ്മാണത്തിനാണ് വന്നത്. 1,00,000 രൂപയാണ് ഞാൻ നിങ്ങളെ കണ്ടുകളത്. വിഷമല്ലെങ്കിൽ അത് കാരണം എന്ന് പറഞ്ഞപ്പോ
അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ 5 ലക്ഷം രൂപ തരാനാണ്. ഞാൻ 1 ലക്ഷം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു 5 ലക്ഷം തരാനാണ്. സാർ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് തരണമെന്നാണ് തീരുമാനിച്ചത്. അൽഹംദുലില്ലാ ആ 5 ലക്ഷം രൂപ അയാൾ തന്നത്. 2.5 ലക്ഷം നേരത്തെ തന്നു, ഇപ്പോൾ 2.5 ലക്ഷം ഡിപ്പാജിറ്റ് എടുത്തു കൊടുത്തു. അപ്പൊ 5 ലക്ഷം അല്ലാഹു അദ്ദേഹത്തിന് വലിയ ബർക്കത്ത്, അല്ലാഹു അദ്ദേഹത്തിന് വലിയ ബർക്കത്ത്, തൊട്ടതൊക്കെ അല്ലാഹു പൊന്നാക്കി. അദ്ദേഹത്തിന് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ, അതൊക്കെയും അല്ലാഹു അഭിവൃദ്ധിയിലാക്കി. ഈ നൽകുന്നതിന് കോടികൾ ഇരട്ടിയായി ദുനിയാവിൽ നിന്ന് അല്ലാഹു കൊടുക്കട്ടെ. നാളെ ആഖിറത്തിൽ കൺകുളിർക്കെ സന്തോഷിക്കുന്ന രീതിയിൽ ഇതിന്റെ തവാബിനെ അല്ലാഹു കാണിച്ചു ഖൈറും ബർക്കത്തും അല്ലാഹു ഏറ്റിയേറ്റി ഖൈറും ബർക്കത്തും അല്ലാഹു ഏറ്റിയേറ്റി അവരെ സംരംഭങ്ങളൊക്കെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിലാക്കട്ടെ. അഭിവൃദ്ധി അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബറക്കാത്തുകൾ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അദ്ദേഹത്തിനും ഭാര്യ, മക്കള്, മാതാപിതാക്കള് എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. സിഹത്ത് പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിലാക്കട്ടെ. കാര്യങ്ങളൊക്കെ അല്ലാഹു റാഹത്തിലാക്കട്ടെ. ഈ വിശുദ്ധ മാസത്തിന്റെ വൃത്തക്കായിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ വിശുദ്ധ മാസം കൊണ്ട് വിജയിച്ച വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അദ്ദേഹത്തിന് കിട്ടാനുള്ളതൊക്കെയും അല്ലാഹു അദ്ദേഹത്തിനുള്ള എത്തിച്ചു കൊടുക്കട്ടെ. കിട്ടാനുള്ളതൊക്കെ അദ്ദേഹത്തിനുള്ള അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. കാര്യങ്ങളിലൊക്കെ അല്ലാഹു വലിയ ബറക്കാത്തുകൾ എത്തി കൊടുക്കട്ടെ. അബ്ദുസ്സലാം കുഞ്ഞി മുഹമ്മദ്, ഹാരിസ് ഹാറൂനി 10,000, കുഞ്ഞി മുഹമ്മദ് 25,000, അബ്ദുസ്സലാം പാമ്പലത്ത് 30,000, അബൂബക്കർ പി മാണിയങ്കാട് 6,000, അഫ്സൽ ടി പി 12,100, സിറാജ് പി 5,000, കുട്ടിബാവ 10,000, മാനുഹാജി കേറൂഫ് 5,000, ഷിഹാബ് ടി കെ 25,000, അബൂബക്കർ കെ വി 5,000, സുബൈർ കെ വി 10,000, ഹുസൈൻ ഹാജി 5,000, സൈദലവി ഹാജി 5,000, കുഞ്ഞിപ്പ കാക്ക 5,000, കുഞ്ഞാപ്പ കാക്ക 5,000, സമീർ ബാബു 5,000, ബാബ ഹാജി ടി കെ 10,000. പിരാത്തേത്ത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ 22,200, അൻവർ സി 5,000, ഷംസുദ്ദീൻ പി 10,000, പിരാത്തേത്ത് ഗ്രൂപ്പിൽ ബി കുട്ടി ഹജ്ജമ്മ 1,000, റൈഹാനത്ത് 1,000, അബൂബക്കർ 1,000, റാഷിദ 2,000, നിഹാരത്ത് 1,000, അലി സുഫിയാൻ 2,000, സുലൈഖ 2,000, നജ്മുന്നിസ 2,000, റഹ്മത്ത് 1,000, ആയിഷ ഹജ്ജുമ്മ 1,000, ആയിഷ ഉമ്മ 2,000, സുഹൈന 2,000, മുർഷിദ 1,000, മുഹമ്മദ് ഹാജി 600, ഒരു സഹോദരി 500, ഒരു സഹോദരി 1,000, റഷീദ് എം കെ 1,000, സാറ ഹംദാൻ ഹിബ 300, റഷീദ് ടി വി 2,000, സഹില 800, ആയിഷ കൊടക്കൽ 1,000, കുഞ്ഞാപ്പു ഹാജി 2,000, ആയമ്മ കുട്ടി 1,000, ഫാത്തിമ വരാത്തേത്ത് 1,000, ഒരു സഹോദരൻ 1,000, ശരീര നല്ലര 1,000. അല്ലാഹു ഈ സംഭാവനകളൊക്കെ സ്വീകരിക്കുവാണ്. ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കട്ടെ. വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സംഭാവനകളൊക്കെ നൽകുന്നത്. അല്ലാഹുവേ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം. പലരും പല പ്രയാസത്തിലും വിഷമത്തിലുമാണ്. അല്ലാഹ് നീ അവർക്കൊക്കെ വലിയ ബർക്കത്ത് കൊടുക്കണേ. വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ. അല്ലാഹുവേ ഖുർആൻ പഠിക്കുന്ന കോളേജ്, ആ കോളേജിലേക്ക് നൽകുന്ന സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് അവരെ കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കണേ. ഇതിലേക്ക് സംഭാവന ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയ
എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. റാഹത്തും സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ നീക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ നീക്കണേ അല്ലാഹ്. റാഹത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സമാധാനം ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. പലരും മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞ് തന്നതാണ്. അവരെല്ലാവരും ഖബറും നീ വിളിച്ചാക്കണേ അല്ലാഹ്. എല്ലാവരും ഖബറും നീ വിളിച്ചാക്കണേ അല്ലാഹ്. എന്ത് ശിക്ഷ ഉണ്ടെങ്കിലും നീക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ വിശുദ്ധ മാസത്തിന്റെ ഉത്തഖായി നീ അവരെല്ലാവരെയും പെടുത്തണേ അല്ലാഹ്. ഈ വിശുദ്ധ മാസത്തിന്റെ ഉത്തഖായി പെടുത്തണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീം. നിങ്ങളൊക്കെ നിങ്ങളാൽ കഴിയുന്ന സംഭാവന നമ്മുടെ ഈ മജ്ലിസിലേക്ക് തരണം. എല്ലാവരും ദുആക്ക് ഒരു സദഖ നല്ലതാണ്. അൽഹംദുലില്ലാഹ് 280-300ഓളം ഖത്മുകളാണ് നമുക്കിവിടെ ദുആ ചെയ്യാനുള്ളത്. അൽഹംദുലില്ലാഹ് 4 ഖത്തൊക്കെ ഓതിയ ആളുകളുണ്ട്, 3 ഖത്ത് ഓതിയ ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് 3 ഖത്ത് ഓതിയ ഒരുപാട് ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാഹ് 8 ഖത്ത് ഓതിയ ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് 8 ഖത്തൊക്കെ ഓതിയ ആളുകളുണ്ട്. രാത്രി സന്തോഷം. 3 ഖത്ത് ഓതിയ ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് വരി എല്ലാവരും വരി. അല്ലാഹു തആല എല്ലാവരുടെ സംഭാവനകളും സ്വീകരിക്കട്ടെ. എല്ലാവരുടെ സംഭാവനകളും അല്ലാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് 2 കൈ ഉയർത്തി ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. റമദാൻ അവസാനിക്കുന്ന ഈ സമയങ്ങളിൽ കാര്യമായും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അതോടുകൂടെ എല്ലാവരോടും ഒരു കാര്യം നടക്കണം. നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഒരു 14 ലക്ഷം രൂപ ഉണ്ടായാൽ നിലവിലുള്ള കടവും വീടും നമ്മുടെ നിർമ്മാണം ബാക്കിയുള്ളത് പൂർത്തിയാക്കും ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് കുഞ്ഞിപ്പാലിന്റെ നേതൃത്വത്തിൽ അവിടെ പിരിവ് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഇപ്പോ തന്ന ആളുകളാണ്. കുറച്ച് ആളുകൾ എഴുതിയിട്ടുണ്ട്. വലിയ സംഖ്യ വേണം. ഇപ്പൊ സഹോദരിമാര് നമ്മളെ ബാബുട്ടിയാക്കാന്റെ ഭാര്യന്റെ പേരിൽ ഒരു സ്വർണ്ണ മോതിരം ഇവിടെ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഭാര്യന്റെ ഖബർ വെച്ചാക്കി കൊടുക്കട്ടെ. ബാബുട്ടിയാക്കാന്റെ ഭാര്യന്റെ ഖബർ വെച്ചാക്കി കൊടുക്കട്ടെ. ബാബുട്ടിയാക്കാന്റെ ഭാര്യന്റെ ഖബർ അല്ലാഹു വെച്ചാക്കി കൊടുക്കട്ടെ. എന്ത് ശിക്ഷ ഉണ്ടെങ്കിലും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. എന്ത് ശിക്ഷ ഉണ്ടെങ്കിലും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൊടുക്കട്ടെ. ബാബുട്ടിയാക്കാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സിഹത്ത് കൊടുക്കട്ടെ. നിങ്ങൾ സഹോദരിമാരോട് ഒരു ചെറിയ സ്വർണം തരാൻ പറ്റുകയാണെങ്കിൽ അത് ജാരിയായ സദഖയായി നിങ്ങൾക്ക് ഉണ്ടാവും. പുരുഷന്മാര് എല്ലാവരും തന്നവരാണ്. നിങ്ങൾ കുറച്ചുകൂടി തന്നാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ നിർമ്മാണം നമുക്ക് വേഗം പൂർത്തിയാക്കി ഒരു 2 മാസം കൊണ്ട് കടന്നിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ഉത്സാഹിച്ചാൽ ഇൻഷാ അല്ലാഹ് നടക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതോടുകൂടെ കുട്ടികളെ ഹിഫ്ദിലേക്കും ദർസിലേക്കും ഒക്കെ ചേർത്തുന്ന സമയമാണ്. രക്ഷിതാക്കൾ ചേരാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളെ നേരത്തെ തന്നെ ചേർത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചേരാൻ ഉദ്ദേശിക്കുന്ന ദർസിലേക്കാണെങ്കിലും ഹിഫ്ദിലേക്കാണെങ്കിലും ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നേരത്തെ വിവരം അറിയിച്ച് ചേരണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ ദായിമൻ മഅ ദവാമിക വലക്കൽ ഹംദു ഹംദൻ ഖാലിദൻ മഅ ഖുലൂദിക വലക്കൽ ഹംദു ഹംദൻ ലാ മുൻതഹാ ലഹു ദൂന മശീഅതിക ولك الحمد حمدا لا يريد قائله إلا رضاك ولك الحمد حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك وكرم بقدر عظمة ذاتك العلية في كل وقت وحين أبدا عدد ما علمت وزنة ما علمت وملء ما علمت على سيدنا مولانا محمد وعلى آل سيدنا مولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. ربنا أرسل ثواب قراءتنا إلى حضرة شفيعنا وحبيبنا ومعشوقنا وقرة أعيننا نبيك نبي الرحمة شافع الأمة حبيبك المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وأهل بيته الفاضلين وجميع الصحابة والقرابة وجميع أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرهم وكبيرهم ذكرهم وأنثاهم أجمعين. وإلى حضرة سيدتنا خديجة الكبرى رضي الله عنها وإلى حضرة سيدتنا فاطمة الزهراء رضي الله عنها وإلى حضرة سيدتنا نفيسة المصرية رضي الله عنها وإلى حضرة شيخنا ومنادنا قطب الأقطاب غوث الأعظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة شيخنا أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة شيخنا سلطان الهند خواجة معين الدين الچشتي الأجميري قدس الله سره اللذيذ وإلى حضرة شيخنا قطب الزمان مولى الدبيرة سيد علوي المنفربي قدس الله سره اللذيذ وإلى حضرة شيخنا وبناتنا قطب الزمان وإلى حضرة شيخنا شيخ المشايخ سيم ولي الله المدبولي قدس الله سره اللذيذ. اللهم زدهم وإلى حضرات ساداتنا البدريين رضوان الله تعالى عن كل واحد منهم أجمعين. ربنا اللهم صل وسلم على رسولك سيدنا محمد أرحم الراحمين يا الله. അനേകം തെറ്റുകൾ ചെയ്ത ചപ്പു ചവറുകളാണ്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ പൊറുക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ വന്നെങ്കിലും മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹ് റമദാനിന്റെ അവസാന ഭാഗത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി കേടിച്ച് പേടിച്ച് നിന്നിലേക്ക് മടങ്ങുന്നു. മാപ്പ് നൽകണേ അല്ലാഹ്. 200-300ഓളം ഖത്മുകൾ ഓതി നിന്നിലേക്ക് മരത്തുന്ന കൈകളാണ്. മാപ്പ് നൽകണേ അല്ലാഹ്.
പുറത്തു തരണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ സദസ്സിലേക്ക് ഭക്ഷണം തരുന്നത് KM മാനുഹാജിയുടെ മകൻ ജിഷാറാണ്. ജിഷാറും അവന്റെ പെങ്ങളും ചേർന്ന് തരുന്ന ഭക്ഷണമാണ്. അല്ലാഹുവേ, മാനുഹാജിയുടെ റൂഹിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് നീ എത്തിക്കണേ അല്ലാ. മാനുഹാജിയുടെ റൂഹിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് നീ എത്തിക്കണേ അല്ലാ. മാനുഹാജിയുടെ റൂഹിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് നീ എത്തിക്കണേ അല്ലാ. എന്ത് ശിക്ഷകളുണ്ടെങ്കിലും നീക്കണേ അല്ലാ. എന്ത് ശിക്ഷകളുണ്ടെങ്കിലും നീക്കണേ അല്ലാ. ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് മാനുഹാജി. അല്ലാ, അവരുടെ പരലോകം നീ മെച്ചപ്പെടുത്തി കൊടുക്കണം അല്ലാ. ഖബർ ജീവിതം സുഖകരമാക്കണം അല്ലാ. എന്ത് ശിക്ഷകളുണ്ടെങ്കിലും നീക്കണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ വിശുദ്ധ മാസത്തിന്റെ ഉത്തഖായിൽ പെടുത്തണേ അല്ലാ. ജിഷാറിന്റെ ഒരു കുട്ടി, അതേപോലെ തന്നെ അവരുടെ വലിയമ്മ, അല്ലാ, ഉമ്മാന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരും, അല്ലാഹുവേ, അതേപോലെ ജിഷാറിന്റെ ഭാര്യന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരും, അല്ലാ, എല്ലാവരും ഖബറും നീ വെളിച്ചമാക്കണേ അല്ലാ. എല്ലാവരും ഖബറും നീ വെളിച്ചമാക്കണേ അല്ലാ. എല്ലാവരും ഖബറിലും നീ സന്തോഷം നൽകണം അല്ലാ. എല്ലാവരും ഖബറിലും നീ സന്തോഷം നൽകണം അല്ലാ. അതേപോലെ ജിഷാറിന്റെ അടിയന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരും എല്ലാവരും ഖബറും നീ വെളിച്ചമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ബാഹുവേ, ജിഷാറിനും ഉമ്മാക്കും ഭാര്യക്കും പെങ്ങൾക്കും അടിയനും അവരെ മക്കൾക്കൊക്കെ നീ ആഫിയത്ത് പ്രദാനം ചെയ്യണം അല്ലാ. സിഹത്ത് പ്രദാനം ചെയ്യണം അല്ലാ. ആരോഗ്യം പ്രദാനം ചെയ്യണം അല്ലാ. അവരെ കച്ചവടത്തിലും ഏർപ്പാടിലൊക്കെ വലിയ ബറക്കാത്തുകൾ ചൊരിച്ചു കൊടുക്കണം അല്ലാ. ഉപ്പനെ എപ്പോഴും ഇങ്ങനെ ഓർക്കുന്ന ഒരു ചിന്ത അല്ലാ നീ നിലനിർത്തി കൊടുക്കണം അല്ലാ. നീ നിലനിർത്തി കൊടുക്കണം അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, കടം കൊണ്ട് വിഷമിക്കുന്ന പലരും ഈ സദസ്സിലുണ്ട്. കടം വീടാനുള്ള വഴി നീ തുറക്കണേ അല്ലാ. കടം വീടാനുള്ള വഴി നീ തുറക്കണേ അല്ലാ. കടം വീടാനുള്ള വഴി നീ തുറക്കണേ അല്ലാ. കടം വീടാനുള്ള വഴി നീ തുറക്കണം അല്ലാ. ജോലിയില്ലാത്തവർ ഈ സദസ്സിലും വിദേശത്തും ഒക്കെ ഉണ്ട്. ബാഹുവേ, ജോലി തരപ്പെടുത്തി കൊടുക്കണം അല്ലാ. നല്ല ജോലി തരപ്പെടുത്തി കൊടുക്കണം അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. പ്രമോഷൻ ലഭിക്കേണ്ടവർക്ക് നീ അത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്നതിന് വേണ്ടി ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. നീ കൊടുക്കണേ അല്ലാ. ജോലി കൊടുക്കണേ അല്ലാ. അല്ലാ, നഷ്ടപ്പെട്ട ജോലി നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നഷ്ടപ്പെട്ട ജോലി നീ കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ട ജോലി നീ കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ട ജോലി നീ കൊടുക്കണേ അല്ലാ. യാ അല്ലാ, നഷ്ടപ്പെട്ട ജോലി നീ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം, അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ സങ്കടങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ ബുദ്ധിമുട്ടുകളും ഞങ്ങളെ തിടുക്കങ്ങളും നിന്നോടല്ലാതെ പറയാനില്ല. നീയാണ് ഞങ്ങളെ റബ്ബ്, നീയാണ് ഞങ്ങളെ പഠിച്ചത്, നീയാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, നീയാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്നത്. അല്ലാഹുവേ,
ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരണം അല്ലാ. ഞങ്ങളെ സങ്കടങ്ങളൊക്കെ തീർത്തു തരണം അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നൽകണം അല്ലാ. മനസ്സമാധാനം നൽകണം അല്ലാ. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണം അല്ലാ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുത് അല്ലാ. കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുത് അല്ലാ. അല്ലാ, ഇന്നലെ റമദാനിനോട് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ മസ്വബീഹ് സലാം പറഞ്ഞ് അല്ലാ റമദാൻ വിട പറയാനായ സമയത്താണ് ഞങ്ങളുള്ളത്. ഈ വിശുദ്ധ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈ വിശുദ്ധ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഈ വിശുദ്ധ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. റമദാൻ കൊണ്ട് വിജയിച്ച വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന റമദാനാക്കരുത് അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന റമദാനാക്കരുത് അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന റമദാനാക്കരുത് അല്ലാ. ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇബ്നു നവാത്തുൽ മിസ്രി ഓരോ ഖുത്ബയിലും ഇങ്ങനെ ഓർമ്മപ്പെടുത്തി, ലഅല്ല മിത്ലഹാ യർജിഉ ഇല്ലാ വഅൻ തുർഫാ. ഇതുപോലുള്ള ഒരു മാസം തിരിച്ചു വരുമ്പോ നീ മണ്ണിൽ ദ്രവിച്ചു പോയിട്ടുണ്ടാവും. ആ നിനക്കല്ലാതെ ഇനി ഒരു പക്ഷേ റമദാൻ വരില്ല എന്ന് അങ്ങനെ ആക്കരുത് അല്ലാ. ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളെ പ്രിയങ്കരനായ എലിക്കുട്ടി ഹാജി ഇത്ര പെട്ടെന്ന് മരിക്കുന്നു കൊടുത്തതല്ല. അവരുടെ ദറജ ഉയർത്തണം അല്ലാ. അവരെ ദറജ ഉയർത്തണം അല്ലാ. എന്ത് തെറ്റുകൾ അവരിൽ നിന്ന് വന്നെങ്കിലും നീ മാപ്പ് കൊടുക്കണം അല്ലാ. അവരെ ഖബർ വിശാലമാക്കണം അല്ലാ. ഖബർ വിശാലമാക്കണം അല്ലാ. പോക്കറ്റാക്കാൻ ഖബർ വിശാലമാക്കണം അല്ലാ. ദറജ ഉയർത്തണം അല്ലാ. അങ്ങനെ ഞങ്ങളിൽ നിന്ന് പറഞ്ഞ ഓരോരുത്തരെയും നീ അറിയും. എല്ലാവരും ഖബറും നീ വെളിച്ചമാക്കണേ അല്ലാ. എല്ലാവരും ഖബറും നീ സന്തോഷമാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവര് ആരെ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിലും ഈ സമയത്ത് തന്നെ ശിക്ഷ ഉയർത്തണം അല്ലാ. 300 ഹത്തമുകൾ ഓതിയ വിവരം പറഞ്ഞു. അല്ലാഹുവേ, അതിൽ പലതും മരിച്ചു പോയവർക്ക് വേണ്ടി ഓതിയതാണ്. അവരെല്ലാം ആരെയാണോ അവർക്ക് ഉദ്ദേശിച്ചതെങ്കിൽ അവരുടെ അർവാഹകളിലേക്ക് നീ എത്തിക്കണം അല്ലാ. അവരൊക്കെ അർവാഹകളിലേക്ക് മിഥിരവാബ് എത്തിക്കണം അല്ലാ. എന്ത് ശിക്ഷകളുണ്ടെങ്കിലും നീക്കണേ അല്ലാ. എന്ത് ശിക്ഷകളുണ്ടെങ്കിലും നീക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണം അല്ലാ. ഖബറിലെ ഇരുട്ടും ഇടുക്കും നീക്കം ചെയ്യണേ അല്ലാ. സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടിക്കീയിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. മുഖം കൊടുക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മുഖം കൊടുക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാ അല്ലാ, ഞങ്ങളെല്ലാവരും നന്നാക്കണേ അല്ലാ. ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. ഈമാനോടെ മരിക്കാൻ ഭാഗ്യം നൽകണം അല്ലാ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. നോമ്പുകാർക്കുള്ള സ്പെഷ്യലായ കവാടമായ റയ്യാൻ ഗേറ്റിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. അല്ലാ, ഹിസാബില്ലാത്ത രീതിയിൽ സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകണം അല്ലാ.
ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന കൂട്ടക്കാരി ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നരകത്തിന്റെ വറകാക്കരുത് അല്ലാ. ഞങ്ങളൊരാളെയും നരകത്തിന്റെ വറകാക്കരുത് അല്ലാ. പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ വലിയ ബറക്കത്ത് നൽകണം അല്ലാ. പരീക്ഷ എഴുതിയിരിക്കുകയാണ്, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷകളിലൊക്കെ ഉന്നത ഗ്രേഡും വിജയവും നീ നൽകണം അല്ലാ. പരീക്ഷകളിലൊക്കെ ഉന്നത ഗ്രേഡും വിജയവും നീ കൊടുക്കണം അല്ലാ. നല്ല മാർക്കോടെ പാസ്സാവാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. ഉന്നത ഗ്രേഡോടെ പാസ്സാവാനുള്ള ഭാഗ്യം നീ കൊടുക്കണം അല്ലാ. അല്ലാ, ഞങ്ങളെ മക്കളെ നന്നാക്കി തരണം അല്ലാ. മക്കളാൽ കണ്ണുനീര് കുടിക്കേണ്ട ഗതികേട് വരുത്തല്ല അല്ലാ. ഞങ്ങളെ മക്കളെയും പേരമക്കളെയൊന്നും ലഹരിക്കടിമകളാക്കല്ല അല്ലാ. ലഹരിക്കടിമകളാക്കല്ല അല്ലാ. ഞങ്ങളെ നാട്ടിലെ മക്കളെ ലഹരിക്കടിമകളാക്കല്ല അല്ലാ. അത്തരം തിന്മകളിൽ നിന്ന് മാറി ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങളെ എല്ലാ കുട്ടികൾക്കും നൽകണം അല്ലാ. നിന്നെ കുറിച്ചുള്ള ഒരു ഓർമ്മയും പേടിയൊക്കെ ഞങ്ങളെ കുട്ടികളെ മനസ്സിലിട്ട് കൊടുക്കണം അല്ലാ. വേണ്ടാത്തത് അത് പറയാൻ പറ്റാതെ പറ്റൂല എന്ന ഒരു ചിന്ത നീ അവരെ ഹൃദയത്തിലിട്ട് കൊടുക്കണം അല്ലാ. എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്